തിരുവനന്തപുരത്ത് KSCBയുടെ അനാസ്ഥയെ തുടർന്ന് ഒരു തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. മാറനല്ലൂരിലാണ് സംഭവം. ജാർഖണ്ഡ് സ്വദേശിയാണ് ഷോക്കേറ്റ് മരിച്ചത്. അറ്റകുറ്റപ്പണിക്കിടെ നിലത്ത് കിടന്ന കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. സമീപത്തെ വീട്ടിൽ ജോലിക്കെത്തിയതായിരുന്നു ജാർഖണ്ഡ് സ്വദേശി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, വൈദ്യുതി വകുപ്പിൻ്റെ അനാസ്ഥ മൂലം ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം, അത് തലസ്ഥാന ജില്ലയിൽ. കൂടുതൽ വിവരങ്ങൾ ശാലിനി. തിരുവനന്തപുരം കാട്ടാക്കട മാറനല്ലൂരിലാണ് അതിദാരുണമായ സംഭവം അല്പസമയം മുമ്പ് ഉണ്ടായിട്ടുള്ളത്. KSCBയുടെ അനാസ്ഥയാണ് ജാർഖണ്ഡ് സ്വദേശിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായത് എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം. തിരുവനന്തപുരം മാറനല്ലൂരിൽ ഈ അറ്റകുറ്റപ്പണിക്കിടെ നിലത്ത് വീണ കമ്പിയിൽ നിന്ന് ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് ജാർഖണ്ഡ് സ്വദേശി. തലസ്ഥാന ജില്ലയിലാണ് KSCBയുടെ അനാസ്ഥയെ തുടർന്ന് അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരാൾ ഷോക്കേറ്റ് മരിക്കുന്നത്. ജാർഖണ്ഡ് സ്വദേശിയാണ് ഇത്തരത്തിൽ പൊട്ടി വീണ് കിടന്ന കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. മാറനല്ലൂരിലായിരുന്നു ഇന്ന് സംഭവം. ജാർഖണ്ഡ് സ്വദേശി അറ്റകുറ്റപ്പണിക്കിടെ നിലത്ത് കിടന്ന കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. സമീപത്തെ വീട്ടിൽ ജോലിക്ക് എത്തിയതായിരുന്നല്ലോ ഈ ജാർഖണ്ഡ് സ്വദേശി. അപ്പോൾ വൈദ്യുതി പൊട്ടി വീണ് കിടന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ആണല്ലോ ശാലിനി വൈദ്യുതാഘാതമേറ്റത്. തീർച്ചയായും വിനോദ്, അങ്ങനെ തന്നെയാണ്. സമീപത്തെ ഒരു വീട്ടിൽ ജോലിക്കായി എത്തിയതായിരുന്നു ജാർഖണ്ഡ് സ്വദേശിയുടെ. കൂടുതൽ വിശദാംശങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. KSCBയുടെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയ്ക്ക് കാരണമെന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഈ ഇലക്ട്രിക് ലൈൻ പൊട്ടിക്കിടന്നിട്ട് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും KSCB അധികൃതർ കാര്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പരാതിയായി ഈ ഘട്ടത്തിൽ ഉയരുന്നത്. മാറനല്ലൂരിൽ ജോലിക്കായി എത്തിയതാണ്. ജോലിക്കായി എത്തിയതിന്റെ ഭാഗമായിട്ട് ഈ അറ്റകുറ്റപ്പണിക്കിടെ നിലത്ത് കിടന്ന കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. സമീപത്ത് തന്നെ ഒരു ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം മാറ്റിയിട്ടുണ്ട്. മറ്റ് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വീഴ്ച KSCBയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒന്നാമത് മഴക്കാലമാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ലൈനുകളും ഇലക്ട്രിക് കമ്പികളും ഒക്കെ പൊട്ടി വീഴാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായത് അറ്റകുറ്റപ്പണിക്കിടെ പൊട്ടി വീണ ലൈനാണ്. അത് കൃത്യമായ സമയക്രമീകരണത്തോടെ അത് തിരികെ പ്രശ്നം ഇല്ലാത്ത രീതിയിൽ ഒതുക്കി തീർക്കേണ്ട സാഹചര്യം KSCB സ്വീകരിച്ചിരുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. നിരവധി തവണ അറിയിച്ചിരുന്നിട്ട് കാര്യമായ ഇടപെടൽ KSCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നൊരു പരാതി കൂടി ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും KSCBയുടെ അനാസ്ഥ, ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും വലിയ തരത്തിലുള്ള ഒരു വീഴ്ച ഒരു ജാർഖണ്ഡ് സ്വദേശിക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മറ്റ് വിവരങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറിൽ പുറത്തു വരികയുള്ളൂ. അതായത് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്കും മറ്റ് നടപടികളുമായി സമീപത്തെ ആശുപത്രിയിലേക്കും മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. തിരുവനന്തപുരം മാറനല്ലൂരിലാണ് വൈദ്യുതി വകുപ്പിൻ്റെ അനാസ്ഥ മൂലം ഇതര സംസ്ഥാന തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശിയായ ഒരാൾ ഷോക്കേറ്റ് മരിക്കുന്നത്. വൈദ്യുതി പൊട്ടി വീണ് കിടന്ന വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ്. അവിടെ സമീപ പ്രദേശത്ത് മറ്റൊരു ജോലിക്കെത്തിയ ജാർഖണ്ഡ് സ്വദേശി മരണപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശാലിനി.